നമസ്കാരം. ബാങ്കിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട് 2026 ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ രാജ്യത്തെ ബാങ്കിംഗ് മേഖലയിൽ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ഒരുങ്ങുകയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. സാധാരണക്കാരായ ബാങ്ക് ഇടപാടുകാരെ നേരിട്ട് ബാധിക്കുന്നതും അവർ അറിഞ്ഞിരിക്കേണ്ടതുമായിട്ടുള്ള സുപ്രധാന തീരുമാനങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഡിജിറ്റൽ യുഗത്തിൽ ബാങ്കിംഗ് സേവനങ്ങൾ കൂടുതൽ സുതാര്യവും സുരക്ഷിതവുമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നത്. നമ്മുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്നതിനായിട്ട് ഓരോ ഉപഭോക്താവും ഈ മാറ്റങ്ങളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കേണ്ടതാണ്. ഇതിലൂടെ അനാവശ്യമായിട്ടുള്ള പിഴകൾ ഒഴിവാക്കാനും ബാങ്കുകളിൽ നിന്നുള്ള സേവനങ്ങൾ മെച്ചപ്പെട്ട രീതിയിൽ ഉപയോഗപ്പെടുത്താനും നമുക്ക് സാധിക്കും. വായ്പ തിരിച്ചടവ് മുടങ്ങുന്ന സാഹചര്യത്തിൽ ബാങ്കുകളും റിക്കവറി ഏജന്റുമാരും നടത്തുന്ന ക്രൂരമായ നടപടികൾക്ക് കടുത്ത നിയന്ത്രണമാണ് RBI ഏർപ്പെടുത്തിയിരിക്കുന്നത്. പലപ്പോഴും വായ്പ എടുത്തവർ നേരിടുന്ന മാനസിക പീഡനങ്ങളും ഭീഷണികളും കാരണം നിരവധി ആത്മഹത്യകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട പശ്ചാത്തലത്തിലാണ് ഈ ഒരു നീക്കം. ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന പുതിയ കരട് നിർദ്ദേശങ്ങൾ പ്രകാരം ഉപഭോക്താവിനെ അധിക്ഷേപിക്കാനോ ശാരീരികമായോ മാനസികമായിട്ടോ ഉപദ്രവിക്കാനോ ബാങ്കുകൾക്കോ ഏജന്റുമാർക്കോ അനുവാദമില്ല. വായ്പ തിരിച്ചടയ്ക്കാൻ കഴിയാത്തതിൻ്റെ യഥാർത്ഥ കാരണം മനസ്സിലാക്കി ഉപഭോക്താവിന് ആശ്വാസ നടപടികൾ നൽകാൻ ബാങ്കുകൾ ബാധ്യസ്ഥരാണ്. ഏജന്റുമാരുടെ പേരും വിവരങ്ങളും മുൻകൂട്ടി അറിയിക്കണമെന്നും രാവിലെ 8 മണി മുതൽ വൈകിട്ട് 7 മണി വരെയുള്ള സമയം മാത്രമേ ഇടപാടുകാരെ ബന്ധപ്പെടാവൂ എന്നും കർശന നിയമമുണ്ട്. വിവാഹം, മരണം തുടങ്ങിയ അവസരങ്ങളിൽ വീടുകളിൽ ചെന്ന് പണം ആവശ്യപ്പെടുന്നത് ഒഴിവാക്കണമെന്നും RBI നിർദ്ദേശിക്കുന്നു. ഇനി അതുപോലെ തന്നെ സേവിങ്സ് അക്കൗണ്ടുകളിൽ മിനിമം ബാലൻസ് പാലിക്കാത്തതിൻ്റെ പേരിൽ ബാങ്കുകൾ ഈടാക്കുന്ന വൻ തുകയിലുള്ള പിഴകൾ നിർത്തലാക്കാൻ പാർലമെന്ററി കമ്മിറ്റി ശുപാർശ ചെയ്തത് സാധാരണക്കാർക്ക് വലിയ ആശ്വാസമാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം പൊതുമേഖല സ്വകാര്യ ബാങ്കുകൾ പിഴ ഇനത്തിൽ ഏകദേശം 4817 കോടി രൂപയാണ് സാധാരണക്കാരായ ജനങ്ങളിൽ നിന്നും പിരിച്ചെടുത്തത്. ഈ ഒരു പ്രവണത അത് അവസാനിപ്പിക്കണമെന്നും പിഴയ്ക്ക് പകരമായിട്ട് ഉപഭോക്താക്കളെ ബാങ്കിംഗ് പ്രക്രിയയുമായിട്ട് അടുപ്പിക്കാനായിട്ട് റിവാർഡ് പോയിന്റുകളോ മറ്റ് ആനുകൂല്യങ്ങളോ നൽകണമെന്നും കമ്മിറ്റി നിർദ്ദേശിച്ചു. നിലവിൽ SBI, കാനറ ബാങ്ക് തുടങ്ങിയ പ്രമുഖ പൊതുമേഖലാ ബാങ്കുകൾ പിഴ ഒഴിവാക്കിയിട്ടു. മറ്റു ബാങ്കുകളും വൈകാതെ തന്നെ ഈ തീരുമാനം നടപ്പിലാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പാവപ്പെട്ട ഇടപാടുകാരുടെ അക്കൗണ്ടുകളിൽ നിന്ന് പണം നഷ്ടപ്പെടുന്നത് തടയാനായിട്ട് RBIയുടെ ഈ ഇടപെടൽ വഴി സാധിക്കുന്നതാണ്. ഡിജിറ്റൽ ഇടപാടുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഓൺലൈൻ തട്ടിപ്പുകൾക്ക് ഇരയാകുന്നവർക്കായിട്ട് RBI പുതിയൊരു ഇൻഷുറൻസ് പരിരക്ഷാ പദ്ധതിയും ഇപ്പോൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നും UPI ഇടപാടുകളിൽ നിന്നും പണം നഷ്ടപ്പെടുന്നവർക്ക് 25,000 രൂപ വരെ നഷ്ടപരിഹാരം നൽകാനാണ് ഗവർണർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഡിജിറ്റൽ ലോകത്തെ ചെറിയ തുകയിലുള്ള തട്ടിപ്പുകൾ പലപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെടാറില്ല എന്നത് കണക്കിലെടുത്താണ് 10,000 രൂപയ്ക്ക് താഴെയുള്ള ഇടപാടുകൾക്ക് പ്രത്യേക മുൻഗണന നൽകുന്നത്. ഒരാൾക്ക് തൻ്റെ ജീവിതകാലത്ത് ഒരു തവണ മാത്രമേ ഇത്തരത്തിൽ നഷ്ടപരിഹാരം ലഭിക്കുകയുള്ളൂ എന്ന നിബന്ധനയുമുണ്ട്. എങ്കിലും തട്ടിപ്പ് നടന്നത് ആരുടെ ഭാഗത്തെ പിഴവ് കൊണ്ടായാലും ഉപഭോക്താവിന് തുകയുടെ 85% വരെ തിരികെ ലഭിക്കാനുള്ള അവസരമാണ് ഇതിലൂടെ ഒരുങ്ങുന്നത്. ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ ഉടൻ തന്നെ ബാങ്കിനെയോ നാഷണൽ സൈബർ ക്രൈം ഹെൽപ്പ് ലൈനിനെയോ വിവരം അറിയിക്കേണ്ടത് അനിവാര്യമാണ്. ഇനി ഉപയോഗിക്കാതെ കിടക്കുന്ന ബാങ്ക് അക്കൗണ്ടുകൾ അത് ദുരുപയോഗം ചെയ്യപ്പെടുന്നത് തടയാനായിട്ട് 2026 ഫെബ്രുവരി മുതൽ തന്നെ ബാങ്കുകൾ കടുത്ത നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. അതായത് 1 വർഷത്തിലേറെ ഇടപാടുകളില്ലാത്ത ഇനാക്റ്റീവ് ആയിട്ടുള്ള അക്കൗണ്ടുകളും 2 വർഷമായിട്ട് നിശ്ചലമായിട്ട് കിടക്കുന്ന ഡോർമെൻ്റ് അക്കൗണ്ടുകളും ബാങ്കുകൾ കണ്ടെത്തി ക്ലോസ് ചെയ്യുകയാണ്. സൈബർ തട്ടിപ്പുകാർക്കും കള്ളപ്പണ ഇടപാടുകാർക്കും ഇത്തരം ഉപയോഗശൂന്യമായ അക്കൗണ്ടുകൾ ഒരു സുരക്ഷിത താവളമായിട്ട് മാറുന്നത് തടയുകയാണ് ഈ ദൗത്യത്തിൻ്റെ പ്രധാന ലക്ഷ്യം. വെറുതെ ആപ്പുകളിൽ ലോഗിൻ ചെയ്ത് നോക്കിയത് കൊണ്ട് മാത്രം അക്കൗണ്ട് സജീവമാകില്ല. മറിച്ച് പണം നിക്ഷേപിക്കുകയോ പിൻവലിക്കുകയോ പോലെയുള്ള സാമ്പത്തിക ഇടപാടുകൾ തന്നെ അതിൽ നടത്തണം. സീറോ ബാലൻസ് അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്നവർ ഇക്കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അക്കൗണ്ട് ക്ലോസ് ചെയ്യപ്പെട്ടാൽ അതിലെ പണം തിരികെ ലഭിക്കാൻ KYC രേഖകളുമായിട്ട് ബാങ്ക് ശാഖയിൽ നേരിട്ടെത്തി അപേക്ഷ നൽകേണ്ടതായിട്ട് വരും. ഈ മാറ്റങ്ങളെല്ലാം തന്നെ ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും ബാങ്കിംഗ് സംവിധാനത്തോടുള്ള വിശ്വാസം വർദ്ധിപ്പിക്കാനും വേണ്ടിയിട്ടുള്ളതാണ്. അനാവശ്യമായി ഒന്നിലധികം ബാങ്ക് അക്കൗണ്ടുകൾ കൈവശം വയ്ക്കുന്നത് അത് ഒഴിവാക്കുകയും ആവശ്യമായ അക്കൗണ്ടുകൾ കൃത്യമായ ഇടപാടുകളിലൂടെ സജീവമാക്കി നിർത്തുകയും ചെയ്യുക എന്നതും അതോടൊപ്പം തന്നെ കടം വാങ്ങിയ പണം തിരിച്ചടയ്ക്കാൻ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ ഭയപ്പെടാതെ ബാങ്കിനെ സമീപിച്ച് പുതിയ നിർദ്ദേശങ്ങൾ പ്രകാരം ഇളവുകൾ ആവശ്യപ്പെടാൻ ഓരോ പൗരനും അവകാശമുണ്ട്. നിയമവിരുദ്ധമായിട്ടുള്ള രീതിയിൽ ഏതെങ്കിലും ബാങ്കിംഗ് ഏജന്റുമാർ നിങ്ങളെ ശല്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് ഉടൻ തന്നെ RBIയുടെ ഓംബുഡ്സ്മാനെ അറിയിക്കാവുന്നതാണ്. ബാങ്കിംഗ് മേഖലയിലെ ഈ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ എല്ലാവരും തന്നെ മനസ്സിലാക്കിയിരിക്കുക. പരമാവധി ആളുകളിലേക്ക് നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. സുരക്ഷിതവും ബോധപൂർവമായിട്ടുള്ള ബാങ്കിംഗ് ഇടപാടുകൾ നടത്താൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണിത്. ഇതുപോലുള്ള അപ്ഡേറ്റുകൾക്കായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.